വെൽക്കം ടു വിയറ്റ്നാം സീരീസ് പാർട്ട് 2. അങ്ങനെ നമ്മളൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് സ്കൂട്ടർ എടുത്ത് നേരെ സിറ്റിയിലേക്ക് വിട്ടു. ഓഫീസ് ടൈം ആയതുകൊണ്ടാന്ന് തോന്നുന്നു നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പോണ വഴിയൊക്കെ ഒരു ബാംഗ്ലൂർ വൈബായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ പോയത് ദ ഫേമസ് അപ്പാർട്ട്മെൻറ്റ് കഫേയിലേക്കായിരുന്നു. ഒരു അപ്പാർട്ട്മെൻറ്റ് ഫുൾ ഓഫ് കഫേസ്. പക്ഷേ ലിഫ്റ്റ് കയറാൻ വരെ പൈസ കൊടുക്കണം. അതുകൊണ്ട് ഞങ്ങൾ സ്റ്റെപ്പ് കയറി. ഓരോ ഫ്ലോറിലും പല തീംസിലുള്ള കഫേസ്. അതുമാത്രമല്ല ആർട്ട് വർക്ക്സും ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെയൊക്കെ ഷോപ്സും കണ്ടു. ഫുള്ളി എസ്തറ്റിക്. 3rd ഫ്ലോറിലുള്ള മെറാക്കി കഫേയിലേക്കായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പോയിട്ട് അവിടെ എഗ് കോഫി, ബട്ടർ ഗാർലിക് ബൺ, ക്രോസോൺസ് ഒക്കെയാണ് ഓർഡർ ചെയ്തത്. എഗ് കോഫി കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷെ കുറേ നല്ല റിവ്യൂസ് കണ്ടിട്ടുള്ളതുകൊണ്ട് ധൈര്യമായിട്ട് ട്രൈ ചെയ്തു. ടേസ്റ്റ് ചെയ്തപ്പോൾ കിടിലനായിരുന്നു. കോഫിയും സിപ്പ് ചെയ്തുകൊണ്ട് താഴെയുള്ള ബിസി സിറ്റിയിലേക്ക് നോക്കിയിരിക്കാൻ തന്നെ ഒരു വൈബായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ സ്ട്രീറ്റിലേക്ക് ഇറങ്ങി. ആദ്യം കണ്ടത് ഒരു ബുക്ക് സ്റ്റോറാണ്. കയറി ചെന്നപ്പോഴാണ് മനസ്സിലായത് അത് വെറും ഒരു ബുക്ക് സ്റ്റോറല്ല, അവിടെ കുറേ സ്റ്റേഷനറി ഐറ്റംസ്, അതും നല്ല ക്യൂട്ട് സാധനങ്ങൾ. അത് പണ്ടേ എൻ്റെ വീക്ക്നെസ് ആണല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഒരു സ്കെച്ച് ബുക്കും കുറച്ച് പെൻസും അങ്ങനെ കുറച്ച് സ്റ്റേഷനറീസൊക്കെ എടുത്തിട്ട് ഇറങ്ങി. ഈവനിങ് ആയപ്പോൾ ആ സ്ട്രീറ്റ് ഫുള്ള് വേറെ ഒരു വൈബ്. വഴിയിലൊക്കെ ചെറിയ ചെറിയ സ്ട്രീറ്റ് ഫുഡ് സ്റ്റോൾസ് ഉണ്ട്. അതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ ആൾക്കാർ ഹൈറ്റ് കുറഞ്ഞ ചെയറിൽ ഇങ്ങനെ ഒരു ഗ്ലാസ് ബിയറൊക്കെ ആയിട്ട് ചില്ല് ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് എന്താ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരെല്ലാവരും ചില്ലാണ്. അവർ ജോലി കഴിഞ്ഞ് വരിക, ഇങ്ങനെ എവിടെയെങ്കിലും വഴിയിലൊക്കെ ഇരുന്നിട്ട് ഒരു ബിയറൊക്കെ കഴിച്ച് സ്ട്രീറ്റ് ഫുഡൊക്കെ ആസ്വദിച്ച് അവരുടെ ലൈഫ് എൻജോയ് ചെയ്യാണ്. വലിയ വലിയ ടെൻഷൻസ് ഒന്നും ഇല്ലാർക്കും. പിന്നെയും കുറേ നേരം ഞങ്ങൾ അതിലെ തേരാപ്പാര നടന്ന് ഷോപ്പ് ചെയ്തു. അതിനിടയ്ക്ക് ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മിക്ക ഷോപ്പുകളിലും കുഞ്ഞി ഹാൻഡ് മെയ്ഡ് കാർഡ്സ് അല്ലെങ്കിൽ നോട്ട് ബുക്സ്, ഡയറീസ് ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ എന്താ മനസ്സിലാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ ഇപ്പോഴും നോട്ട് ചെയ്ത് സൂക്ഷിക്കുന്നവരും അതുപോലെ കാർഡ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി സൂക്ഷിക്കുന്നവരും കൊടുക്കുന്നവരൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. അധികം വൈകാണ്ട് തന്നെ ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു. സ്കൂട്ടറും റിട്ടേൺ ചെയ്തു. പിന്നെ അന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അങ്ങനെ പെട്ടെന്ന് റെഡിയായി ഒരു ഗ്രാബും എടുത്ത് ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന് പോയി. അങ്ങനെ ആ ഡേ ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്തു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിരുന്നു ഞങ്ങൾക്ക് ഹനോയിലേക്കുള്ള ഫ്ലൈറ്റ്. അവിടുത്തെ വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.